സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ നിയമത്തിൽ വലിയ ഭാരമുള്ള കൽപ്പനകളുള്ള പോലെ നമുക്ക് തോന്നും. വാസ്തവത്തിൽ പുതിയ നിയമവിശ്വാസിയോട് പറയുന്ന കൽപ്പനകൾ യു ഡു ഇറ്റ്, യു ഡു ഇറ്റ്, യു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന്, നിനക്കതിനുള്ള കഴിവ് തന്നിട്ടാണ് ചെയ്യാൻ പറയുന്നത്. പഴയ നിയമത്തിലുള്ളവരോടും കൽപ്പനകൾ കൊടുത്തു, പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവരിൽ ആത്മാവില്ലായിരുന്നു, അവരിൽ പുതിയ സൃഷ്ടിയില്ലായിരുന്നു. വാസ്തവത്തിൽ പഴയ നിയമത്തിലെ കൽപ്പനകൾ കൊടുത്തത് അവരുടെ ബലഹീനത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണെന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു. അവർക്ക് പിടികിട്ടണം. അതുകൊണ്ടാണ് പൗലൂസ് പറയുക, പഴയ നിയമത്തിലുള്ളൊരു വ്യക്തിയുടെ നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ കൽപ്പനകളൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ അകത്ത് പാപം വസിക്കുക. എന്നാൽ പുതിയ നിയമവിശ്വാസിയുടെ അകത്ത് പാപമല്ല വസിക്കുന്നത്, യേശുവാണ് വസിക്കുന്നത്. അതാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. പഴയ നിയമത്തിലെ യോഹന്നാൻ സ്നാപകൻ വരെയുള്ളവർ നിങ്ങൾ ഫലം കായ്പ്പീന്നാണ് പറഞ്ഞു. എന്നാൽ ഇവിടെ നിങ്ങൾ കായ്ക്കും. കാരണം ജീവിക്കുന്നത് നിങ്ങളല്ലല്ലോ, ഞാനാണ്. അതാ പൗലൂസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ എത്ര വർഷം വിശ്വാസിയാണെന്നുള്ള വിഷയമല്ല. ഇപ്പോൾ ഇന്നിത് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് യേശുവിലൊരു വിശ്വാസം വരുന്നെങ്കിൽ യേശു ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയും. നിങ്ങളല്ല ഇന്നത്തെ ദിവസത്തെ നേരിടാൻ പോകുന്നത്, നിങ്ങളല്ല, ഞാനല്ല പ്രശ്നങ്ങളെ നേരിടാൻ പോകുന്നത്, നിങ്ങൾ ഞാനുമല്ല ഒരു വിഷയത്തിലും ഭാരപ്പെടുന്നത്, നമ്മളിലിരിക്കുന്ന ക്രിസ്തുവാണ്. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Prayer is not working yourself up to do some work, but it is a limitless place coming out of the affection towards Jesus Christ. പ്രാർത്ഥന എന്നാൽ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന ഒരു കാട്ടിക്കൂട്ടുന്ന ഒരു കർമ്മമല്ല, മറിച്ച് പരിമിതിയില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ദൈവത്തോടുള്ള സ്നേഹം അത് പരിമിതപ്പെടുത്താതെ അവനിലേക്ക് പകരുന്നതാ പ്രാർത്ഥന. The more intimate you become with Christ, the more limitless you will become. ക്രിസ്തുവുമായിട്ട് എത്രയധികം നമ്മൾ അടുത്ത് ചേർന്ന് വരുന്നുവോ അത്രയും അതിന് തക്കവണ്ണമായി നമ്മുടെ പ്രാർത്ഥനയെ പരിമിതിയില്ലാതെ പോകുന്നു. നമ്മുടെ ജീവിതം പരിമിതിയില്ലാതെയായി തീരും. That is abiding in Jesus Christ. അതാ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. And that is where Jesus said like this. അവിടെയാണ് യേശു ഇങ്ങനെ പറയുന്നത്. In the book of John chapter 15. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15ാമത്തെ അധ്യായം. Hallelujah. 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 Prayer, you know, there is a pastor whom I know very well. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, ഒരു ദേവദാസനുണ്ട്. He said like this. താൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, if you want to know the bigness of the church, come on a Sunday. സഭയുടെ വലിപ്പം കാണണമെങ്കിൽ ഞായറാഴ്ച വരണം. But if you want to see the bigness of Jesus, come on a prayer meeting and see. യേശുവിന്റെ വലിപ്പം കാണണമെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് കാണണം. Prayer, without an intimacy of Christ, our life will be very limited.
ക്രിസ്തുവുമായിട്ടൊരു ഗാഢമായ ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒതുങ്ങിപ്പോകും. It is an intimacy with Christ Jesus. ക്രിസ്തുവുമായിട്ടുള്ള ആ ആഴമേറിയ ബന്ധമാണ് കാര്യം. Because I know that all the treasures of wisdom is in him. കാരണം എനിക്കറിയാം ആ പരിജ്ഞാനത്തിന്റെ സകല നിക്ഷേപങ്ങളും അവനിലായിരിക്കുന്നത്. All the assurance of all the riches is in him. എല്ലാം ഉറപ്പും ധൈര്യത്തിന്റെയും സകല സമൃദ്ധിയും യേശുവിലാണ് ഇരിക്കുന്നത്. Not only that, അത് മാത്രമല്ല, knowing Christ, knowing whom I believe, can only happen in an intimacy with him. ക്രിസ്തുവിനെ അറിയുക, ഞാൻ വിശ്വസിച്ചത് ആരെന്ന് തിരിച്ചറിയുക, അത് സംഭവിക്കുന്നത് അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെയാണ്. That is why Jesus said in John 15:7, അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 യേശു പറയുന്നു, if you abide in me and my words abide in you, you will ask whatever you desire and it shall be done for you. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. By this my Father is glorified, that you bear much fruit, so you will be my disciple. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. I want to tell you, it is God's desire that all of us bear fruit. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും ഫലം കായ്ക്കുന്നവരാകണം എന്നുള്ളതാ ദൈവത്തിന്റെ വാഞ്ച. Wherever you are, you are the light of the whole world. നാം എവിടെയായിരുന്നാലും എവിടെ പോയാലും നാം മുഴുവൻ ലോകത്തിനും വെളിച്ചം പകരുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Your life is a testimony to your neighbor that Jesus is alive and all the riches of God is in him. നിങ്ങളുടെ ജീവിതം തന്നെ നിന്റെ അയൽവാസിക്ക് യേശു ജീവിക്കുന്നുവെന്നും അവനിൽ സകല സമൃദ്ധി ഉണ്ടെന്നുള്ളതിനും സാക്ഷ്യമായി വരട്ടെ. നിങ്ങളെയും എന്നെയും ദൈവം അടയാളമായിട്ട് അയൽവക്കത്തും ദേശത്തും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സമൃദ്ധിയുടെ, ദൈവത്തിന്റെ സമാധാനത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ എല്ലാ നിറവിന്റെ അടയാളമാണ് നിങ്ങളും ഞാനും. So that the Father may be glorified. അങ്ങനെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. Jesus is saying, abide in me. യേശു പറയുന്നു, എന്നിൽ വസിക്കുക. Without abiding in Jesus, without abiding and being a close relationship, we cannot never bear fruit. യേശുവിൽ വസിക്കാതെ അവനുമായിട്ടൊരു ആഴമേറിയ ബന്ധമില്ലാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. Just imagine, the vine cannot show outside what the vine is without the branch, and the branch cannot survive without the vine. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ആ മുന്തിരിച്ചെടി, മുന്തിരിവള്ളി ഫലം കായ്ക്കാതെ ലോകത്തിന് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ ആ ചെടി തായ്ച്ചെടി ഇല്ലാതെ അതിന് നിലനിൽപ്പുമില്ലല്ലോ. Without you, Jesus cannot show the world what is the fullness of the Godhead. Without Jesus, we cannot what God is power, God is riches, God is everything. നിങ്ങളെ കൂടാതെ യേശുവിന് ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹമോ സന്തോഷമോ സമൃദ്ധി അനുഭവിക്കാനും കഴിയുന്നില്ല. Without the branch, the vine is empty. Without the branch, the vine cannot show what is this glory. Same way Jesus said, the Father is glorified when you bear fruit. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളി താൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളിയുടെ തേജസ് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കൊമ്പുകളെ കൂടാതെ ഹല്ലേലൂയ മുന്തിരിവള്ളിയുടെ അസ്തിത്വം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മുന്തിരിവള്ളി ഇല്ലെങ്കിൽ കൊമ്പുകൾക്ക് നിലനിൽപ്പുമില്ലല്ലോ. ദൈവത്തിന്റെ പരിപൂർണത ദേഹരൂപമായി യേശുവിൽ വസിച്ചു. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവാ, അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം നിങ്ങളും ചെയ്യും. പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അധികമായി നിങ്ങൾ ചെയ്യും. എന്തിനാ? ഇന്ന് ദൈവത്തിന്റെ പരിപൂർണത ദേഹത്തിൽ കാണേണ്ടത് നിങ്ങളെയും എന്നെയും കാണിച്ചിട്ടാണ്. ഹല്ലേലൂയ. കർത്താവിൽ ശരണപ്പെട്ട് പറയട്ടെ, നിങ്ങൾ ഒരു കുടിലിൽ പോയി നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ, തകർന്നിരിക്കുന്ന വീട്ടിൽ നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ ആ ഭവനത്തിന്റെ അവസ്ഥ മാറും. യേശു ആ ഭവനത്തിൽ പോയി കയറുന്നതിന്റെ തുല്യമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി, അതിന്റെ കോശമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. കോശത്തിന് മാറി നിന്ന ജീവനില്ല, ശരീരത്തിലിരിക്കുമ്പോൾ ആ ജീവൻ.
എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തയോടെ തലേന്ന് ആ ക്രിസ്തുവിൽ സന്ധി മജ്ജകളാൽ ഏകീഭവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചൈതന്യമുണ്ടാകും. നമ്പർ 2, ദൈവിക വളർച്ചയുണ്ടാകും. ദൈവത്തിൻ്റെ നിറവ്, the fullness of the Godhead, world is yet to see. ദൈവത്തിന്റെ നിറവ് അത് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. People are satisfied when their situation change. ഓരോരുത്തരുടെ അവസ്ഥകൾ മാറുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് അങ്ങ് തൃപ്തി വരും. കടബാധ്യതയൊക്കെ മാറി, മക്കളെയൊക്കെ കെട്ടിച്ചു, നല്ല പോലെ വെറുതെ റിട്ടയർ ചെയ്തു. അതിനല്ല വിളിച്ചിരിക്കുന്നതെന്ന്, അത് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാ. എനിക്ക് my striving is to display the power of the Godhead to the whole world. എൻ്റെ കഷ്ടത, എൻ്റെ ഉത്സാഹം അത് ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിരിക്കണം. That can happen only when I am intimate with Jesus. ഞാൻ യേശുവുമായിട്ട് ഗാഢമായ ഒരു ബന്ധത്തിലാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പ്രാർത്ഥന ജീവിതത്തിൽ അത് നടക്കുന്നേ. ആമേൻ. There is no substitute for prayer. പ്രാർത്ഥനയ്ക്ക് ഒരു പകരമില്ല. Prayer is extracting the life of Jesus into me. പ്രാർത്ഥന എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവനെ എന്നിലേക്ക് വലിച്ചെടുക്കല. With the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. The Bible says. വേദപുസ്തകം പറയുന്നു. Come on, John 15. യോഹന്നാൻ 15. If you keep my commandment, you will abide in my love. Just as I have kept my Father's commandment, abide in his love. 10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. And verse 11. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ എൻ്റെ സന്തോഷം. ദൈവരാജ്യം എന്താ? സന്തോഷം എന്ന് പറഞ്ഞ സന്തോഷം. സന്തോഷം. ഹല്ലേലൂയ. സന്തോഷം, സമാധാനം, നീതി, അതാ ദൈവരാജ്യം. സന്തോഷം. Verse 12. 12-ാം വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇത് ആകുന്നു എൻ്റെ കൽപ്പന. Love is the fullness of the Godhead. ദൈവത്തിന്റെ പൂർണ്ണത അതത്രേ സ്നേഹം. That is why when you are talking about spiritual gift, the Bible says pursue love, then desire spiritual gift. അതുകൊണ്ടാണ് ആത്മവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പറയുന്നു സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, അതിനുശേഷം പ്രവചനവരം വാഞ്ചിപ്പിൻ. When your intimacy with Jesus increases, your prayer life increases, your abiding in him will becomes natural. യേശുവിനെ നിങ്ങൾ കൂടുതൽ അധികമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ അവനിൽ വസിക്കുന്നത് അത് സ്വാഭാവികമായ ഒരു അവസ്ഥയായി മാറും. വേറൊരാളുടെ കുറ്റം പറയത്തില്ല, കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കത്തില്ല. ആമേൻ. കാര്യം പരിശുദ്ധാത്മാവ് വേണം എന്നെ സൗജന്യമായി കിട്ടിയതെല്ലാം കാണിച്ചു തരാൻ. Hallelujah. Hallelujah. I will not speak anything that will hurt the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കും ഞാൻ പറയുകയില്ല. I will be tempted to speak but I won't. പറയാനുള്ള പ്രലോഭനം എനിക്ക് വരുമായിരിക്കാം, പക്ഷേ ഞാൻ പറയില്ല. There might be circumstances that I can but I won't. എനിക്ക് ചെയ്യാവുന്ന കടന്നു ചെല്ലാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഞാൻ പോകത്തില്ല. Because I want to display the fullness of the Godhead in my life. Why I am still in this body? കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ പൂർണ്ണതയെ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Paul, after all that he had done, താൻ ചെയ്ത സകല പ്രവൃത്തിക്കും ശേഷം പൗലോസ് പറയുകയാണ്, not that I've already attained or am I perfected, but I press on. മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ടും താൻ പറയുക, ലഭിച്ചു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ പറയുന്നില്ല, ഞാൻ വീണ്ടും മുമ്പോട്ടായുകയാണ്. I want to experience the power of resurrection in this body when I am on this earth. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ തന്നെ എൻ്റെ ശരീരത്തിൽ എനിക്കൊന്ന് അറിഞ്ഞെങ്കിൽ I കൊള്ളായിരുന്നു. want to experience that fullness of love while I am still on this ഞാൻ earth. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തിന്റെ പൂർണ്ണത എനിക്കൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. I want to tell you something very short
shocking. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. When Jesus comes, all those who are baptized will be rapturing. ഓ യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ സ്നാനമേറ്റവർ മുഴുവൻ ഉൾപ്രാപണം ചെയ്യും. But without love and intimacy with Christ, we will lose the millennium. ഓ ക്രിസ്തുവുമായിട്ടുള്ള ആ സ്നേഹവും ആഴമേറിയ ബന്ധവും ഇല്ല എങ്കിൽ 1000 ആണ്ട് വാഴ്ച നമുക്ക് നഷ്ടമാകും. Hallelujah. Hallelujah. We might rapture, we might do things. We will have eternal life, but millennium is with those who are in intimate relation now on this earth. ആ ഉൾപ്രാപണം നമുക്ക് ലഭിച്ചേക്കാം. ഓ സ്തോത്രം, അവനോട് കൂടെ നമ്മൾ ആയിരുന്നേക്കാം. എന്നാൽ ആ 1000 ആണ്ട് വാഴ്ച അവനുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ, അവനോട് ഓ ഹൃദ്യമായ സ്നേഹത്തിൽ ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. Jesus is saying, abide in me. ഓ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. Love each other, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. so that your joy may be full. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഒന്ന് പൂർണ്ണമാകും. Fellowship is where the joy is maximum. ഓ കൂട്ടായ്മയിലാണ് സന്തോഷത്തിന്റെ പൂർണ്ണത വരുന്നത്. That is where the kingdom of God is displayed in our life. അവിടെയാണ് ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലൂടെ കാണപ്പെടുന്നത്. Joy in the Holy Spirit. ഓ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. Joy helping, working with the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ സഹായിക്കുന്ന And that സന്തോഷം. is the point where the boldness comes. അവിടെയാണ് ധൈര്യം തന്റെ ഇടം വരുന്നത്. That is why 1 John 15:5 the Bible says, this is the boldness that we have, that when I pray I know that he hears me. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ധൈര്യമാണ് എനിക്കുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ കേൾക്കുന്നു എന്ന ധൈര്യം. And if he hears, he will reply me. അവൻ കേട്ടാൽ അവൻ എനിക്ക് മറുപടി തരും. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള മടുപ്പ് വരുത്തില്ല, പ്രാർത്ഥിച്ച് മടുക്കത്തില്ല. കാര്യം അറിയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കേൾക്കുന്നു. അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മറുപടി നിശ്ചയമായി തരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമാ ഈ ധൈര്യം തരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. We are born again. നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. We are a new creation. നാം പുതിയ സൃഷ്ടിയാകുന്നു. We have authority over this earth. നമുക്ക് ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. Limitless authority. പരിമിതിയില്ലാത്ത അധികാരം. Limitless riches. പരിധിയില്ലാത്ത സമൃദ്ധി. Limitless peace. പരിധിയില്ലാത്ത സമാധാനം. Limitless joy. അളവില്ലാത്ത സന്തോഷം. All because of Jesus living inside of us. ഇതെല്ലാം യേശുവിൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ. And that is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, in the book of Colossians, കൊലോസ്യ ലേഖനത്തിൽ, holding on to the head, ഓ തലയായവനെ മുറുകെ പിടിച്ചുകൊള്ളുക. so that all our veins, as we are connected as the body of Christ, ഓ സന്ധികളാലും ഞരമ്പുകളാലും നാം അവനുമായി ഏകീഭവിച്ചും. ദൈവിക വളർച്ച. എത്ര പേർക്ക് ആകാനുണ്ട് ദൈവിക വളർച്ച? മറ്റേത് ജഡത്തിലുള്ള വളർച്ച എന്ന് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ദൈവിക വളർച്ച എന്ന് പറഞ്ഞാൽ അതിന് അതിർത്തി വരുമ്പില്ല. അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, അതിന് രഹസ്യമൊന്നുമില്ല. തലേ മുറുകെ പിടിക്കുക. അതാ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ തലേ മുറുകെ പിടിക്കാതെ, അത് അങ്ങനെയാ തുടങ്ങുന്നത്. അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ വായിച്ചു. 9. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് തന്റെ ജഡമനസ്സിനാൽ, തന്റെ ജഡമനസ്സ്. അപ്പം ജഡം എവിടെയാ ഇരിക്കുന്നേ? മനസ്സെന്ന് പറയുന്ന ജഡം. ഞാൻ ആരാന്നറിയാവോ? ഞാൻ കഴിഞ്ഞ ദിവസം 40 ദിവസം ഉപവസിച്ചിട്ടാണ് എങ്ങനെ വരുന്നത്. നിങ്ങൾ എത്ര ദിവസം ഉപവസിച്ചിട്ടുണ്ട്? അപ്പോൾ ഉപവാസം ജഡത്തെ ചീർപ്പിച്ചു. ഉപവാസം സൗമ്യത വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യേശുവിന് പറയാനുള്ളത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അതെൻ്റെ സാക്ഷ്യം മാത്രമാ. എങ്കിലും ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. You search in the scriptures thinking that there is eternal life, but it is my witness. But you don't want to come to me that you may have life. നിത്യജീവൻ ലഭിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ തിരുവെഴുത്തുകളെ നിത്യജീവൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് വായിക്കുന്നത്. But that is only witnesses. അതിന്റെ സാക്ഷ്യം മാത്രമാണ്. You want to come to me, you will have life. നിങ്ങൾ എൻ്റെ അരികിൽ വന്നാൽ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. വായിച്ചു. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും പിന്നെ തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും. തൊട്ട് മുകളിലാണ് കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. 1,
13-14 അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവരോടുകൂടെ ജീവിപ്പിച്ചും അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇതെല്ലാം ചെയ്തത് എന്തിനാ? ആ പിതാവിന്റെ അടുക്കൽ വരാനുള്ള വഴി ഒരുക്കി. സ്വന്തം ദേഹം ചീന്തി പിതാവിനോട് അടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അവിടെ ചെയ്തത്. 2 കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങളും എല്ലാം മാറ്റി ക്രൂശിൽ തറച്ചു. 2, വാഴ്ചകൾ അധികാരങ്ങൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വെക്കാവുന്നല്ല, വെപ്പിച്ച് അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. കൊല്ലും എന്ന് പറഞ്ഞ എല്ലാത്തിനെയും മാറ്റി അതിൻ്റെ പല്ലൊക്കെ എടുത്ത് തൂരോട്ട് കളഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യമായി. അതാ ദൈവരാജ്യം, നീതി, സമാധാനം പരിശുദ്ധാത്മാവിൽ. ആ വഴി ഒരുക്കിയിട്ടാ പറഞ്ഞേ, തലേ മുറുകെ പിടിച്ചോളെ. The more you have a prayer life, you become limitless and you become bold. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതികൾ മാറി മാറി വരും. നിങ്ങൾക്ക് വലിയ ധൈര്യം വരികയും ചെയ്യും. തലേ മുറുകെ പിടിച്ച്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സദ്ധികളാലും ഞരമ്പുകളാലും. ശരീരം മുഴുവൻ പറഞ്ഞ ശരീരം മുഴുവൻ. കർത്താവിന്റെ ശരീരം ഇവിടെ ഉണ്ടോ? കർത്താവിന്റെ ശരീരമാണോ ഇത്? ഓക്കെ, വായിച്ചു. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും. തലേ മുറുകെ പിടിച്ചിരിക്കുക കർത്താവുമായി. അതാ പ്രാർത്ഥന ജീവിതം. തലേ മുറുകെ പിടിച്ചിരിക്കുക. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവേ, അങ്ങേ കൂടാതെ എനിക്ക് ജീവിതമില്ല. നിങ്ങൾ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ജീവനില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്നാ? തലേ മുറുകെ പിടിക്കുമ്പോൾ സന്ധി മജ്ജകളാൽ. അവനിലല്ലോ, മറന്നു പോകരുത്, അവനിലല്ലോ. ഗോഡ് ഹെഡ്, ഇൻ ഹിസ് ഹെഡ്, ദ ഗോഡ് ഹെഡ്, ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. അവനിൽ സന്ധി മജ്ജകളാൽ ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും. എന്നാ സംഭവിക്കും? ചൈതന്യം പറഞ്ഞിട്ട് ചൈതന്യം ലഭിച്ചു. മുഖത്ത് കണ്ടാലറിയാം. ഹല്ലേലൂയ. ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിൽ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ജോലി ചെയ്യുക. കാര്യം എനിക്കറിയാം, എൻ്റെ പ്രതിഫലം വരുന്നത് കർത്താവിന് എന്ന പോലെയെല്ലാം ഞാൻ ചെയ്യും. പ്രതിഫലം തരുന്നതും കർത്താവാണ്. മാത്രമല്ല, താഴെ വായിച്ചു ഒരു വാക്കോടെ, സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. പറഞ്ഞ ദൈവികമായ വളർച്ച. ദൈവികമായ വളർച്ച എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ച എല്ലാ മേഖലകളിലുമുള്ള വളർച്ച. സാമ്പത്തികമായി, ആരോഗ്യപരമായി, സമാധാനപരമായി, ധൈര്യം, ചൈതന്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, എല്ലായിടത്തും ഒരു ദൈവിക വളർച്ച. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തോട്ടെ. സോ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ഒരു പ്രതിസന്ധിയും നിങ്ങളെ മറികടക്കത്തില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മല പോലെയുള്ള പ്രശ്നം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വിടുതലാവും. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളിൽ ഉള്ളവൻ്റെ കഴിവുകൊണ്ട്. ഒരു ഓട്ടോമാറ്റിക് ഡോറിനടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഡോറ് താനേ തുറക്കും. നമ്മളെ കണ്ടാലേ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് മാറിയിരുന്നാൽ ഡോർ അടഞ്ഞു കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് ചിന്തിച്ചാൽ ഡോർ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങോട്ട് ചെല്ലണം. നമ്മൾ ചെല്ലുമ്പോഴല്ല, നമ്മളൊരാളെ വഹിച്ചിട്ടുണ്ട്, അത് യേശു ക്രിസ്തുവിനെ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുക, ഞാനങ്ങനെ യേശുവിനെ വഹിച്ചിട്ടുണ്ടോ, ഞാൻ ഇന്ന സഭക്കാരനല്ലല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്ന ആളല്ലല്ലോ. അല്ലായിരിക്കാം. പക്ഷേ യേശു കർത്താവ് പള്ളിയിൽ പോകുന്നവരുടെ കാര്യമല്ല പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ കാര്യമാണ്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്ത് വിശ്വസിക്കുന്നവരാൽ? യേശു ക്രിസ്തു കന്യകയിൽ നിന്നാണ് ജനിച്ചതെന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും. ഇത് രണ്ടും സ്വാഭാവിക മനസ്സിൽ അംഗീകരിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ യേശു അത്ഭുതകരമായി
പ്രകൃത്യാതീതമായി അവിടുന്ന് ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. ഈ വലിയ അത്ഭുത ശക്തി സത്യം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളും ഒരു അത്ഭുത വ്യക്തിയായിട്ട് മാറും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഞാൻ ഈ പറഞ്ഞ വചനം കർത്താവ് ഇപ്പോൾ തന്നെ തെളിയിക്കും. ലോകരാജ്യങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ശരീരത്തിൽ രോഗമാണോ, ആ കരം അവിടെ ഒന്ന് വെച്ച് പ്രതിബന്ധത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോ എന്ന് നിങ്ങളും ഞാനും ചേർന്ന് കൽപ്പിക്കാൻ പോവുക. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്, ജയാളികളാണ്. കർത്താവെ, പലരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷെ അവ ഞങ്ങളെ പരാജയപ്പെടുത്തുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളല്ല അവയെ നേരിടുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനം അഴിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചികമായ കെട്ടുകൾ പൊട്ടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മരണത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇന്ന് ജീവൻ അവരിൽ സംഭവിക്കട്ടെ. ആ ഓപ്പറേഷൻ മാറിപ്പോകട്ടെ, ആ ഭയം മാറിപ്പോകട്ടെ, മാനസിക രോഗത്തിൻ്റെ അസ്വസ്ഥത വിട്ടുമാറട്ടെ, ഉറക്കം ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ത് കഴിച്ചാലും ദഹനക്കേടായി ഭക്ഷണം കഴിക്കാൻ മേല ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. കർത്താവിൻ്റെ കരം നീട്ടണം. കർത്താവെ, നീട്ടിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാനിപ്പോൾ കർത്താവിൻ്റെ കരം നീട്ടണം കർത്താവെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുക, ഞാൻ ഓൾറെഡി നീട്ടിയിരിക്കുക, നിങ്ങളൊന്ന് കൽപ്പിച്ചാൽ മതി. നമ്മളത് ഏറ്റെടുക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം വാളകത്ത്. മാർച്ച് 27 വെള്ളി രാവിലെ 10 മണിക്ക്. അരോമ ഓഡിറ്റോറിയം, വയക്കൽ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ. മാർച്ച് 28 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. തറവാട് ഓഡിറ്റോറിയം. प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे